പറയുന്നത് ഒരു പുതിയ ഒരു ദുരന്ത നിവാരണ പ്രതിരോധ സംവിധാനം ഇനി നടപ്പിലാക്കാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ 10 വർഷം സർക്കാർ ഈ ദുരന്ത പ്രതിരോധം അത് നേരത്തെ മുൻകൂട്ടി കാണാനും അത് കണ്ടുപിടിക്കാനും എന്നുള്ള സംവിധാനങ്ങളൊന്നും നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളൊരു വിമർശനം നിലവിൽ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഈ 2018-ലെ 19 അനുഭവങ്ങൾ മുൻനിർത്തി അത് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രത്യേകത ഈ കാര്യങ്ങൾ ഭാവനയിൽ പറയാൻ നല്ല കഴിവുണ്ടെന്നുള്ളതാണ്. അതാണ് ചിലപ്പോൾ നുണാന്ന് പറയുന്നത്. പലരും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇതിലിപ്പം അദ്ദേഹത്തിന്റെ ഭാവനക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നെങ്കിൽ നടക്കട്ടെ, അത് നല്ലത് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് ജനങ്ങളെല്ലാവരും വിലയിരുത്തുന്നുണ്ട്. അത് അദ്ദേഹം കാണാതിരിക്കരുത്. അതിലേക്ക് ഞാനിപ്പോൾ ഏതായാലും പോകുന്നില്ല. ഞാൻ അത്ര ഒരു വിവാദത്തിലല്ല ഇപ്പം തയ്യാറാകുന്നത്. ഇപ്പം എല്ലാവരും ഒന്നിച്ച് നിൽക്കേണ്ട ഘട്ടമാണ്. ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ ഘട്ടം കടന്നു പോവുകയാണ് വേണ്ടത്. അതിൽ ചില വീഴ്ചകൾ പറ്റിയിരിക്കുന്നു. ആ വീഴ്ചകൾ പരിഹരിക്കാൻ സർക്കാർ സന്നദ്ധമാകണം. അത്രത്തോളം മാത്രമേ ഇപ്പം ഞാൻ പറയുന്നുള്ളൂ. മറ്റേ വളരെ കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിക്കേണ്ട ഒരു സമയമല്ല ഇത് എന്നുള്ളത് കൊണ്ടാണ് അതിലേക്ക് കടക്കാത്തത്. ഈ രാജേഷിന്റെ കാര്യത്തിൽ വലിയൊരു വീഴ്ചയാണ് ഉണ്ടായത്. പക്ഷേ ഉദ്യോഗസ്ഥ തലത്തിലേക്ക് മാത്രം അവരുടെ താഴെക്കിടയിൽ പറ്റിയ വീഴ്ചയാണെന്ന രീതിയിലാണ് പലപ്പോഴും മന്ത്രിമാരൊക്കെ വ്യാഖ്യാനിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ഇങ്ങനെയുള്ള ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഈ ഇദ്ദേഹത്തെ കാണാതായപ്പോൾ തന്നെ അത് നാടിൻ്റെ ഒരു നൊമ്പരമായിട്ട് മാറുക. കാരണം രക്ഷാപ്രവർത്തനത്തിനിടക്കാണ് കാണാതാവുന്നത്. രക്ഷിച്ചയാള്, രക്ഷപ്പെട്ടയാള്, അദ്ദേഹം രക്ഷപ്പെടുത്തിയയാൾ, അദ്ദേഹവും മാധ്യമങ്ങളോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം കൂടി നാടിൻ്റെ ശ്രദ്ധയിൽ നല്ല നിലക്കത് വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത്തരം ഒരു കാര്യത്തിൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ മാത്രം നടപടിയെടുക്കുക എന്നുള്ളതല്ല വരിക. എവിടെയെല്ലാം ശ്രദ്ധിക്കപ്പെടണമോ അവിടെയെല്ലാം ആ ശ്രദ്ധ അപ്പോഴേക്ക് എത്തും. അതിൻ്റെ ഭാഗമായുള്ള ഇടപെടലുകൾ വരും, സ്വാഭാവികമായിട്ടുള്ള ബന്ധപ്പെടലുകൾ വരും. എന്തായി എന്ന ചോദ്യങ്ങളുണ്ടാവും. എല്ലാം ഉണ്ടായോ എന്താണ് ഇവിടെ ചിന്തിക്കേണ്ടത്. അത്രയും ഞാൻ പറഞ്ഞില്ലേ, അത് അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കൂടുതലായിട്ട് പോകാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ സാധാരണഗതിയിൽ സംഭവിക്കാൻ പറ്റാത്തൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു. മറ്റൊരാളെ രക്ഷപ്പെടുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിച്ച ഒരു വ്യക്തിയോട് അങ്ങേയറ്റത്തെ അനാദരവുണ്ടായിരിക്കുന്നു. അതിൽ സർക്കാർ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാവും.